ED ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനം തല്ലിത്തേർത്ത കേസ് കേരളത്തിനാകെ അപമാനകരമായ ഒരു സംഭവമാണത്. ഇത്രയും വിവരവും ബോധവും ഇല്ലാത്ത ഒരു പ്രവൃത്തി. ED ഉദ്യോഗസ്ഥർ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തി അവർ മടങ്ങുന്നു. അതല്ലാതെ പിണറായി വിജയൻ കുറ്റക്കാരനാണ്, അടുത്ത മാസം തൂക്കിക്കൊല്ലും എന്നൊക്കെ പ്രഖ്യാപിച്ചിട്ടല്ലോ അവർ പോകുന്നത്. ഇത്രയും വിവരവും ബോധവും ഇല്ലാത്ത മലയാളികളെ പറയിപ്പിക്കാൻ വേണ്ടി ചെയ്തൊരു പ്രവൃത്തിയായിട്ടാണ് തോന്നുന്നത്. ആ ഉദ്യോഗസ്ഥർ ടാക്സിക്കാരിലാണ് വന്നത്. അവരുടെ ചില്ലുകളൊക്കെ അടിച്ച് തേർത്ത് ഇഷ്ടികയും കൈ ചുരുട്ടി അടിച്ച്, അതൊരു പ്രൈവറ്റ് ടാക്സിയാന്ന് ഓർക്കണം. കൂട്ടമായിട്ട് വന്നിട്ട് അല്ല, ഇവരിങ്ങനെ ചെയ്തുകൊണ്ട് ഉദ്ദേശം എന്താ? അയ്യോ, ഇനി കേരളത്തിലേക്ക് ഞങ്ങളില്ലേ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരെല്ലാരും കൂടെ വളഞ്ഞിട്ട് നമ്മളെ ആക്രമിക്കും, അല്ലെ നമ്മളെ അടിച്ചോടിക്കും എന്നൊക്കെ വിചാരിച്ച് ഇനി ED ഉദ്യോഗസ്ഥർ കേരളത്തിലേക്ക് വരരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയാണോ ഇവര് ചെയ്തത്? മണ്ടന്മാരാണോ ഇവര്? പണ്ടത്തെ കാലമൊന്നുമല്ല. ആരൊക്കെ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് കംപ്ലീറ്റ് പ്രൂഫ് എല്ലാ മാധ്യമങ്ങളിലും ഉണ്ട്, എല്ലാവരുടെയും ഫോണുകളിലുമുണ്ട്. അത് ചിന്തിക്കാനുള്ള ബുദ്ധി പോലും ഇവർക്കില്ല. സകല മാധ്യമങ്ങളും കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഒന്ന് വളരെ ഹീറോകളെ പോലെ ഒന്ന് ചെയ്തിട്ട് പോയി. ജാമ്യമില്ലാ വകുപ്പാണ്, ജാമ്യമില്ലാത്ത വകുപ്പ്. ഇവരുടെ പാർട്ടി റെക്കമെൻഡേഷനോ ഒരു പരിപാടി നടക്കില്ല. എന്നിട്ട് ഇവർ ഇത് ചെയ്തിട്ട് പോയി പാർട്ടി ഓഫീസിൽ പോയി അഭയം തേടിയിരിക്കുന്നു. എന്നിട്ട് മുതിർന്ന നേതാക്കൾ പുറത്തു വന്ന് പോലീസുമായിട്ട് ചർച്ച ചെയ്യുന്നു, പിന്നീട് കൈമാറാം എന്ന്. അവർക്ക് ഒളിച്ചു പോകാനുള്ള സൗകര്യം ഒരുക്കി കഴിഞ്ഞ് നിങ്ങൾ അകത്തേറി പരിശോധിച്ചു, ഇപ്പൊ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ മണിക്കൂറുകൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുക. എന്തൊക്കെയാണ് ഇവര് കാണിക്കുന്നത്? എന്നിട്ട് നമ്മുടെ ജോൺ ബ്രിട്ടാസ് പറയാണ്, ഇപ്പോൾ അവരെ കൈമാറാമെന്ന് പറഞ്ഞു, ഇപ്പോൾ കൈമാറാൻ പറ്റില്ല, ഇപ്പോൾ കൈമാറി കഴിഞ്ഞാൽ പ്രവർത്തകരുടെ വീര്യം ചോർന്നു പോകുന്നു. ഇവരെന്തോ ജനനന്മയ്ക്കായിട്ട് എന്തോ ഒരു കാര്യം ചെയ്തിട്ട് അതിന്റെ പേര് ഇവർ അറസ്റ്റ് ചെയ്യാൻ വന്നാണ് ജോൺ ബ്രിട്ടാസ് പറഞ്ഞത്. കേന്ദ്രത്തിൽ നിന്ന് വരുന്ന ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി അവർ പേടിപ്പിച്ച് പറഞ്ഞു വിടുക. നമ്മള് കേട്ടിട്ടുണ്ട് ചില കോളനിയിൽ നമുക്ക് കയറാൻ പറ്റില്ല, അല്ലെ ചില പാർട്ടി ഗ്രാമങ്ങളിൽ നമുക്ക് കയറാൻ പറ്റില്ല, അവർ വെറുതെ വിടില്ല, ജീവനോടെ പുറത്തു പോയില്ല എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ആ ഒരു മനോവികാരം വെച്ചുകൊണ്ടാണ് ഇവർ ഇന്നലെ പെരുമാറിയത്. കാരണം ഇനി ED ഉദ്യോഗസ്ഥർ കേരളത്തിൽ കാലുകുത്തരുത്, അവർ പേടിച്ചു പോകണം. കേരളത്തിൽ അന്വേഷണത്തിൽ ഞങ്ങളില്ല, അവര് CPM ഞങ്ങളെ അടിച്ചോടിക്കും എന്നൊരു പ്രതീതി ഉണ്ടാക്കാനായിരിക്കും ഇവർ ശ്രമിച്ചത്. പക്ഷെ എല്ലാം കയ്യിൽ നിന്ന് പോയി എന്നുള്ളതാണ്. എല്ലാവരുടെയും പേരടക്കം എല്ലാവരുടെയും കംപ്ലീറ്റ് വിഷ്വൽസ് അടക്കം ജാമ്യമില്ലാ വകുപ്പിലാണ് അകത്താൻ പോകുന്നത്. എന്തൊക്കെ വകുപ്പിലാണ് ഇവര് ഈ അക്രമം നടത്തിയെന്ന് ഇവർക്ക് യാതൊരു ബോധവുമില്ല. ഇവരുടെ വിചാരം പാർട്ടി ഞങ്ങളെ രക്ഷിക്കും എന്നുള്ളൊരു മൈൻഡിലാണ് ഇവരെല്ലാം ചെയ്തിരിക്കുന്നത്. എന്നാലും ഇവർക്ക് എങ്ങനെയാണ് അധികാരം പോയത് എന്ന് ഇവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇവർ തെറ്റ് മനസ്സിലാക്കുന്നില്ല. പിണറായി വിജയൻ വീടിന് മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ മുഷ്ടി ചുരുട്ടി സഖാക്കളെ അഭിവാദ്യം ചെയ്ത് അവരാ എനർജിയിലാണെന്ന് തോന്നുന്നു വന്നിട്ട് ഈ പരിപാടികളൊക്കെ ചെയ്ത്. കുറച്ചു നേരം മുദ്രാവാക്യം വിളി കേട്ട് പിണറായി വിജയനും എനർജി കയറി, ഇവർക്കും അണികൾക്കും എനർജി കയറി, ഇങ്ങനെ കുറച്ചു നേരം നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞുള്ളൊരു വരവിലായിരിക്കും ഈ പരിപാടിയെല്ലാം ചെയ്തത്. ഏതായാലും കൊള്ളാം. അധികാരം പോയതിന്റെ നിരാശയിലാണെന്ന് തോന്നുന്നു ഇവർ ഇതൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള പ്രവൃത്തികൾ മൂലം കേരള സമൂഹത്തിൽ ഇവർ ഒന്നുകൂടെ താഴത്തേക്ക് പോവുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം ഇവർ മനസ്സിലാക്കുന്നില്ല.